കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 23. ദിവാൻ CP-യുടെ വിദ്യാഭ്യാസ പരിഷ്കരണം. സേവനത്തിന്റെ മറവിൽ തിരുവിതാംകൂറിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ അതിരുവിട്ടഴിഞ്ഞാടിയ ചൂഷകരായ സംരംഭകരെ നിലയ്ക്ക് നിർത്താൻ ആദ്യമായി പടവാളുയർത്തിയത് ദിവാൻ സർ CP രാമസ്വാമി അയ്യരാണ്. മലയാളക്കരയിലെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ പരിപോഷണത്തിനായി ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ച വിദേശ മിഷണറിമാർക്ക് ഏക്കർ കണക്കിന് ഭൂമിയും കെട്ടിടവും കരമൊഴിവായി പതിച്ചു നൽകിയ പാരമ്പര്യമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർക്കുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ പരിപോഷണത്തോടൊപ്പം മതപരിവർത്തനവും മിഷണറിമാരുടെ പരമോന്നത ലക്ഷ്യമായിരുന്നു. എങ്കിലും കേരളത്തിലെ സാധാരണക്കാരും പട്ടിണിപ്പാവങ്ങളുമായ കീഴാള ജനതയുടെ ജീവിത നിലവാരമുയർത്താൻ അവർ സ്വന്തം ജീവനും ജീവിതവും നിസ്വാർത്ഥമായി വ്യയം ചെയ്തു. എന്നാൽ അവരുടെ പിൻഗാമികളായി വന്ന സ്വദേശികൾ നാട്ടിൽ നിലനിന്നിരുന്ന സേവന മേഖലകളെ സ്വാർത്ഥതയുടെയും ചൂഷണത്തിന്റെയും പാതയിലേക്ക് നയിച്ചു. തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ മേഖലയാണ് ആദ്യ ശുദ്ധികലശത്തിന് വിധേയമായത്. അതിന്റെ ആദ്യപടിയായി സ്വാതന്ത്ര്യപ്രാപ്തിക്ക് 2 വർഷം മുൻപ്, അതായത് 1945 ഇന്ത്യയിൽ ആദ്യമായി തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാനായ സർ CP രാമസ്വാമി അയ്യർ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയൊന്നാകെ ദേശസാത്കരിക്കാൻ തീരുമാനിച്ചു. ദിവാന്റെ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി രൂപതാമെത്രാൻ മാർ ജെയിംസ് കാളാശ്ശേരി തന്റെ ഇടയലേഖനത്തിലൂടെ വിശ്വാസികൾ ഒന്നടങ്കം ദിവാന്റെ തീരുമാനത്തിനെതിരെ സംഘടിതരായി പ്രക്ഷോഭം നടത്തുവാൻ ആഹ്വാനം ചെയ്തു. ഇതിൽ ക്ഷുഭിതനായ ദിവാൻ ഇടയലേഖനം പിൻവലിച്ച് ബിഷപ്പ് ജെയിംസ് രാഷ്ട്രത്തോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബിഷപ്പിന് ജയിലിലടയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നിയമപരമായി നോട്ടീസ് അയക്കുകയും ചെയ്തു. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠകരമാണെന്ന് ബലമായി വിശ്വസിച്ച രാജ്യസ്നേഹി കൂടിയായ മാർ കാളാശ്ശേരി അപ്രകാരം ചെയ്യുക മാത്രമല്ല, പ്രക്ഷോഭത്തേക്കാൾ അഭികാമ്യം പ്രാർത്ഥനയും ഉപവാസവുമാണെന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. രാജഭരണത്തിന് മുന്നിൽ മുട്ടുവിറച്ച് മുട്ടിലിഴഞ്ഞ തിരുമേനിമാർ സഭയ്ക്കെതിരായ തീരുമാനങ്ങളെ ക്രൂശിത രൂപവും ജപമാലയും ആയുധമാക്കി നേരിടാൻ പറഞ്ഞുവെങ്കിൽ ഒരു വ്യാഴവട്ടം കാലം കഴിഞ്ഞ് സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിലെ പ്രഥമ സർക്കാരിനെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടാനാണ് ആഹ്വാനം ചെയ്തത്. ലൂക്കായുടെ സുവിശേഷം ഉദ്ധരിച്ച് മടിശീലയുള്ളവൻ അതെടുക്കാനും വാളില്ലാത്തവൻ ഉടുതുണി വിറ്റിട്ടായാലും അത് വാങ്ങുവാനും ഇടയഗണങ്ങൾ ആടുകളെ ഓർമ്മപ്പെടുത്തി. ഭൂപരിഷ്കരണ വിഷയത്തിലും വിദ്യാഭ്യാസ ബില്ലിന്റെ കാര്യത്തിലും ഇന്ത്യയുടെ ഭരണഘടനയും രാജ്യത്തെ പരമോന്നത നീതിപീഠവും തങ്ങളെ പൂർണ്ണമായും കൈവിട്ട സാഹചര്യത്തിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ജനാധിപത്യ വിരുദ്ധമായ വിമോചന സമരത്തിന് തുടക്കം കുറിക്കാൻ ജന്മികളും മാടമ്പികളും സമുദായ ആചാര്യന്മാരും ഒരുമിച്ച് കൈകോർത്തു. 1959 ജൂൺ ജൂലൈ മാസങ്ങളിൽ അരങ്ങേറിയ വിമോചന സമരത്തിന് വഴിതെളിച്ചത് വിദ്യാഭ്യാസ നിയമമായിരുന്നു. മതമേലധ്യക്ഷന്മാരെയും സമുദായ പ്രമാണിമാരെയും യോജിപ്പിച്ച കണ്ണി അതായിരുന്നു. കാർഷിക ബന്ധ നിയമത്തിൽ ഭൂവുടമകളും മുറിവേറ്റിരുന്നു. ഇതിനിടയിൽ പള്ളിയും ഭൂവുടമകളും തമ്മിൽ ധാരണയായി. ഞങ്ങളുടെ ഭൂമി രക്ഷിക്കാൻ പള്ളി തയ്യാറാകുമെങ്കിൽ പള്ളിയുടെ വിദ്യാലയങ്ങൾ ഞങ്ങൾ രക്ഷിക്കാം. അങ്ങനെ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അതിശക്തമായ ഒരു ഐക്യമുന്നണി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ രൂപം കൊണ്ടു. വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച ദിവസം, അതായത് 1957 ജൂലൈ 13 പ്രതിഷേധ സൂചകമായി കത്തോലിക്ക മുഖപത്രമായ ദീപിക എഡിറ്റോറിയൽ കോളം ശൂന്യമാക്കിയിട്ടു. വിദ്യാഭ്യാസ ബിൽ ഇന്ന് അവതരിപ്പിക്കുന്നു എന്ന തലക്കെട്ടോടെ. പിറ്റേന്ന് ജൂലൈ 14 എറണാകുളത്തും കൊല്ലത്തും പ്രതിഷേധ റാലികൾ ഇരമ്പി. ബില്ലിനോടുള്ള പ്രതിഷേധ സൂചകമായി കത്തോലിക്ക വിശ്വാസികൾ
ജൂലൈ 21 പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. ജൂലൈ 22 കോട്ടയത്തും 29 ആലപ്പുഴയിലും വിദ്യാഭ്യാസ ബില്ലിനെതിരെ പ്രകടനങ്ങൾ നടന്നു. കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തി. എന്നാൽ സമുദായ ആചാര്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ ആരംഭത്തിൽ വിദ്യാഭ്യാസ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത് സമരാനുകൂലികളെ വിഷമവൃത്തത്തിലാക്കി. ക്രിസ്ത്യാനികളുടെ വിദ്യാഭ്യാസ കുത്തക തകരുന്നെങ്കിൽ തകരട്ടെ എന്ന സതുദ്ദേശമായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭനെ നയിച്ച ചേതോ വികാരം എന്ന് സ്പഷ്ടം.